ദൈവനാമത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് പ്രഭാത ജാഗരണത്തിനായുള്ള ഭാഗമെന്ന് പറയപ്പെടുന്നു ദൈവനിയമം എക്കാലവും പ്രധാനമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ, ദൈവത്തിൻ്റെതായ സ്വഭാവം നമുക്ക് നൽകി, ദൈവത്തിൻ്റെതായ കൽപ്പനകൾ നമുക്ക് നൽകി, ആത്മീകമായിരിക്കുന്ന ബന്ധത്തിൽ നിലനിർത്തേണ്ടതിനുള്ളതായ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഏതാണ്ട് ഒരു 3 മാസക്കാലം യാത്ര ചെയ്ത് അവർ സീനായിയുടേതായ താഴ്വാരങ്ങളിൽ എത്തപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദൈവം മോശയോട് കൽപ്പിക്കുന്ന കാര്യമുണ്ട്, നീ ഈ പർവ്വതത്തിലെ പ്രവേശിക്കുക. ആ മരുഭൂമിയിലെ പർവ്വത നിരകളിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയുള്ളതായ ഒരു പർവ്വതമാകുന്നു സീനായി പർവ്വതം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം തൻ്റെ മക്കൾക്ക് പ്രത്യക്ഷമാകുന്നത് മനുഷ്യനിർമ്മിതമായിരിക്കുന്നതായ ഒരു മണിമാളികളിലോ മറ്റ് ഏത് ഗോപുരങ്ങളിലോ മറ്റ് ഏത് പ്രതലങ്ങളിലോ പ്രദേശത്തോ അല്ല, ദൈവം സൃഷ്ടിച്ചതായ, ദൈവ സൃഷ്ടിയായിരിക്കുന്നതായ സ്ഥലങ്ങളിലും അനുഭവങ്ങളിലും കൂടെ ആകുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെയും ദൈവം തൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെതായ നിയമപ്പെട്ടകം നൽകുന്നതായ അവസരം അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പ്രദേശം എന്ന് പറയപ്പെടുന്നത് സീനായി പർവ്വതത്തിലാകുന്നു. തിരുവചനം ഇങ്ങനെ പറയപ്പെടുന്നു. 19-ാം അധ്യായം പുറപ്പാട് 5-6 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഈ വചനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന് ഒരു പ്രത്യേകമായ ഒരു സമ്പത്തായി, ഒരു ജനമായി, അതുപോലെ രാജകീയ പുരോഹിത വർഗ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന് കൂടെ ആകുന്നു എന്നുകൂടെ നാം മറന്നു പോകരുത്. അത്രയും സുശക്തമായിരിക്കുന്നതായ സ്നേഹത്തിൻ്റെതായ കരുണയുടെ, ആർദ്രതയുടെ, കരുതലിൻ്റെ ഒരു ദൈവമാകുന്നു നമ്മുടെ ദൈവം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയുടെ വ്യക്തമായ ഒരു വെളിപ്പെടുത്തലാകുന്നു ഈ പുറപ്പാട് 19-ാം അധ്യായത്തിലൂടെ നമുക്ക് ശ്രമിക്കാൻ കഴിയുന്ന തിരുവചനത്തിലുടനീളം ദൈവത്തിൻ്റെ കരുതൽ തന്നെയാകുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന മുമ്പേ, ദൈവത്തിൻ്റെ നന്മകളെ കാണുന്നതിന് മുമ്പേ, അതിനെ തിരയുന്നതിന് മുമ്പേ ദൈവം തൻ്റെ ബലിഷ്ഠമേറിയ കരങ്ങൾ തൻ്റെ മക്കൾക്ക് ആശ്രയമായി, ആശ്വാസമായി, പ്രതിരോധമായി, സംരക്ഷണയായി നീട്ടിയതായി കാണുവാൻ സാധിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ പാലായനം ചെയ്തപ്പോൾ പല ദുർഘട സാഹചര്യങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവം അവരെ വിടുവിക്കുന്നതായ, രക്ഷപ്പെടുത്തുന്നതായ, കരുതുന്നത് അവർക്ക് സ്വന്തം ദൃഷ്ടിയാൽ കാണുവാൻ ഇടയായി. ഇല്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ അവർ എത്ര കണ്ട് അവർ മനസ്സിലാക്കുകയില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതങ്ങൾ ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ വിളിക്കുന്നു, ദൈവം നമ്മെ വിടുതൽ നൽകുന്നുണ്ട്. എപ്പോഴും സുഖമായിരുന്നാൽ നാം ദൈവത്തെ മറന്നു പോകുന്നു, ദൈവിക സ്നേഹത്തെ മറന്നു പോകുന്നു. ആയതുകൊണ്ടാണ് ചില കഷ്ടതകളും പ്രയാസങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അത് ദൈവം നൽകുന്നതല്ല, നാമും ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ ചില അകൽച്ച ഉണ്ടാകുമ്പോൾ സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് ദൈവത്താലാകുന്നു, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്നുകൂടെ നാം തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഓർത്തിരിക്കാം. ദൈവം അത്ഭുതപ്പെടുത്തുന്ന മഹിമയുടെ വലിയ പ്രത്യക്ഷമായിരിക്കുന്നതായ ഒരു പ്രവർത്തനമാണ് സീനായ് പർവ്വതത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത്. മോശയെ വിളിച്ചിട്ട് ദൈവം തൻ്റെ കൽപ്പനകൾ തൻ്റെ ഭക്തന് കൊടുക്കുന്നത്, ആ മഹിമാസനത്തിൽ മോശ എത്തപ്പെടുന്നു. നമുക്കറിയാം, മോശ ദൈവവുമായുള്ളതായ ബന്ധം ഏതാണ്ട് ഒരു 40 ദിവസം കഴിഞ്ഞ് മോശ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ത്വക്കുപോലും അത് ഭയങ്കരമായി പ്രകാശിക്കുന്നതായി കാണാൻ സാധിക്കും. ദൈവമായിരിക്കുന്നതായ ഒരു ബന്ധം നമ്മൾ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടേതായ ജീവിതം പ്രകാശപൂർണ്ണമായിരിക്കും. തിരുവചനം പറയുന്ന പോലെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി പ്രകാശിക്കും. അതിനായി ഒരിക്കലും മാറ്റപ്പെടാത്തതായ, തിരുത്തി എഴുതാൻ കഴിയാത്തതായ ആ സുശക്തമായ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെതായ പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ദൈവകൽപ്പനയ്ക്കൊത്തോണം ജീവിക്കാം. ദൈവം നിങ്ങൾ അതിനായി സഹായിക്കട്ടെ. തൻ്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളെ പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ഓരോ ദിവസവും അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുന്നതായ ഓരോ നല്ല അവസരങ്ങളാകുന്നു. അവിടുത്തേതായ കൽപ്പനകൾ അനുസരിച്ച് നീതിയുടെ മാർഗ്ഗം സഞ്ചരിച്ച് അങ്ങുമായി ഏറ്റവും അടുത്ത് ഇടപഴകേണ്ടതിനും അവിടുത്തേതായ പ്രത്യക്ഷ നാളിൽ പേർ വിളിക്കുന്ന കൂട്ടത്തിനായിത്തീരേണ്ടതിന് ഞങ്ങളുടെ ഈ ലോകവാസത്തിൽ ഞങ്ങൾ ഇടറിപ്പോകാതെ, വഴിതെറ്റിപ്പോകാതെ
ദൈവത്തിൻ്റെ വചനങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുക നൽകിയിരിക്കുന്നതായ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ വരവിനെ ത്വരിതപ്പെടുത്തുന്നതായ ആ വലിയൊരു ജനത്തിനൊപ്പമായിരിക്കുവാൻ അവിടുത്തെ മക്കളെയും ശക്തീകരിക്കുമാറാകണമേ. അവിടുത്തെ മഹിമാസനത്തിൽ ദൈവം എത്തിച്ചേരുവാൻ അവിടുത്തെ മക്കളെ അവിടുന്ന് കരം പിടിച്ച് കരകയറ്റുമാറാകണമേ. അവിടുത്തേതായ ആ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ നന്ദിയുള്ള മക്കളെ നിലനിൽക്കുവാൻ ദൈവമേ, അവിടുത്തെ ഹിതത്തിനൊത്തരം ജീവിക്കുവാൻ ആ ദിവ്യപ്രകാശം അനേകർക്ക് പകർന്നു കൊടുത്ത് ലോകത്ത് സാക്ഷിയായിരിക്കുവാൻ അവിടുന്ന് ആത്മാവിനാൽ ശക്തീകരിക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.